കേരളത്തിനൊരു സഹായം കിട്ടിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് 145.6 കോടി രൂപ. ഇന്നലെ വൈകുന്നേരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അത് പബ്ലിഷ് ചെയ്തത്. അതായത് ഈ മഴക്കെടുതി, ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഈ കഴിഞ്ഞ 3-4 മാസം കൊണ്ടുണ്ടായില്ലേ, അതിനു വേണ്ടിയിട്ടുള്ള സഹായമാണ്. ഫ്ലഡ് റിലീഫ് എന്ന് വേണമെങ്കിലും പറയാം. ഈ ധനസഹായം കിട്ടിയ കാര്യം ഒരു TV ചാനലിലും ഞാൻ കണ്ടില്ല. പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം ഞാൻ നോക്കി. ഇന്ന് ഉച്ചവരെയുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ പത്രങ്ങളോ, മലയാളം പത്രങ്ങളിലോ ഒന്നും കണ്ടില്ല. എന്തായിരിക്കാം കാരണം? ഈ കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മുടെ ഈ ഇവിടുത്തെ മലയാളത്തിലെ മീഡിയകൾക്കും അങ്ങ് എതിർപ്പാണോ? ഈ 1 കോടി രൂപയുടെ ഒരു പ്രശ്നം, ഒരു അഴിമതി വന്നു കഴിഞ്ഞാൽ അതങ്ങ് വിളിച്ചു പറഞ്ഞ് ഒരാഴ്ച മുഴുവൻ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനൊരു വലിയ ധനസഹായം വന്നിട്ട് ആരും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഇത് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിൽ ഇത് വന്നിട്ടുണ്ട്. ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലിനും കൂടെ ഉത്തരവാദിത്തമല്ലേ ധനസഹായങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ നമ്മളെ അറിയിക്കുക എന്നുള്ളത്? നമുക്കൊന്നും അറിയാനുള്ള അവകാശമില്ലേ? ഈ കേന്ദ്രം തന്നില്ലെന്ന് പറയാൻ മാത്രമേ നമുക്കറിയാവുള്ളൂ. എന്തോ ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി ആ പ്രസ് റിലീസ് ഉണ്ടല്ലോ, അതൊന്ന് ഞാനൊന്ന് വായിക്കാം. The Ministry of Home Affairs has released 5,858.6 crores to 14 flood-affected states as a central share from the State Disaster Response Fund and National Disaster Response Fund (NDRF). This includes 1,490 crores to Maharashtra, 1,036 crores to Andhra Pradesh, 716 crores to Assam, 655.6 crores to Bihar, 600 crores to Gujarat, 145.6 crores to Kerala, 50 crores to Manipur. These states have been affected due to extremely heavy rainfall, flood and landslides during the southwest monsoon this year. അപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വർഷത്തെ സൗത്ത് വെസ്റ്റ് മൺസൂണിലെ പ്രളയക്കെടുതികൾ അതിനുള്ള കോമ്പൻസേഷനാണ്, ധനസഹായമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഈ 145 കോടി അവിടെ വയനാട്ടിൽ തന്നെ ചിലവാക്കണോ, മറ്റുള്ള ജില്ലകളിലും കൂടി ചിലവാക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ആരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാണിത്? ഇനി കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് വയനാടിന് വേണ്ടി മാത്രമാണെന്നും പറഞ്ഞ് നമ്മുടെ കേരള സർക്കാരിനെ ഈ തുക ഏൽപ്പിക്കണോ? അതാണോ മലയാളികളെല്ലാം പ്രതീക്ഷിക്കുന്നത്? ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും, ഒരാഴ്ച കഴിഞ്ഞു, പിന്നെ 1 മാസം കഴിഞ്ഞു, എന്നിട്ട് ഒന്നും തന്നില്ലേ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പം കിട്ടിയപ്പം ആർക്കും മിണ്ടാട്ടമല്ലേ?